ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനമാണ് ഇഡലി. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പം നമ്മളാണെങ്കിൽ ഈ സ്പെഷ്യൽ മൾട്ടിപർപ്പസ് കെറ്റിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേരാണ് ഇൻസ്റ്റാ ക്യൂബ്. ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് തുടങ്ങിയാലോ അല്ലേ കൂട്ടുകാരെ? നമുക്കിനി പൊടി ഇഡലി ഉണ്ടാക്കാനുള്ള ചേരുവകൾ നോക്കിയാലോ. നമ്മളാണെങ്കിൽ ആദ്യം എടുത്തിരിക്കുന്ന കുറച്ച് നെയ്യ്, ആവശ്യത്തിനുള്ള മാവ്, പിന്നെ പൊടി ഇഡലിക്കുള്ള പൊടി, പിന്നീട് കറിവേപ്പിലയും നമ്മൾ എടുത്തിട്ടുണ്ട്, പിന്നെ എണ്ണയും എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കറക്റ്റ് നമ്മൾ നേരത്തെ എടുത്ത് ഒഴിച്ച് ഇവിടെ എല്ലാത്തിനും മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥിതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മാവ് നമുക്കാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. കൂട്ടാൻ നമ്മളാണെങ്കിൽ മാവ് നമുക്കാണെങ്കിൽ ഓൺ ചെയ്യാം. ഇത് ഓൺ ചെയ്യാൻ മറക്കരുത്. പറ്റിയത് കൂട്ടാനെ നമുക്കിനി 10 മിനിറ്റ് വേവിക്കാൻ പറ്റും. നമ്മളെ പൊടി ഇഡലി പായസം തോന്നുന്നു ആയിരിക്കാണ് കൂട്ടുകാരെ. നമ്മളെ പൊടി ഇഡലി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന കുറേ നേരമായി. പൊടി ഇഡലി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾക്ക് റെഡിയായിരിക്കുന്ന കാണുന്ന കൂട്ടുകാരെ, നമുക്ക് അടുത്ത നെയ്യ്, കറിവേപ്പില, പിന്നെ പൊടി. ആദ്യം നമ്മൾ നെയ്യ് ഇടുന്നു, പിന്നീട് കറിവേപ്പില എണ്ണ എന്നിട്ട് അവസാനം ഈ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മളത് എടുത്ത് ഇങ്ങനെ റെഡിയാക്കി. അപ്പോൾ അത് തുടങ്ങിയാലല്ലേ കൂട്ടുകാരെ? നമുക്ക് ആദ്യം നെയ്യ് ആഡ് ചെയ്യാം. നെയ്യാണ് ഇനി അത് നോക്കി വരേണ്ടതാണ്. നമ്മളെ ഇഡലി മുന്നോട്ട് അടിയാനുള്ള ഇഡലി ആഡ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും സ്റ്റൗ അണച്ചിട്ടിട്ട് വേണം ഇഡലി ആഡ് ചെയ്യാൻ. കാരണം ഞാൻ സ്റ്റൗ അണച്ചിട്ടിട്ടാണ് ഇഡലി ആഡ് ചെയ്യുന്നത്. നല്ല മണമുണ്ട്, കരിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താ